ഓസ്ട്രേലിയക്കെതിരെ പെർത്തിൽ പ്രതീക്ഷിച്ച തുടക്കമല്ല ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത്. ടോപ്പ് 3 ബാറ്റർമാരായ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ശുഭ്മാൻ ഗിൽ തുടങ്ങിയവരെല്ലാം നിരാശപ്പെടുത്തി. രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും പെർഫോമൻസ് എങ്ങനെയായിരിക്കുമെന്നാണ് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കിയത്. എന്നാൽ രോഹിത് ശർമ്മ 8 റൺസ് എടുത്ത് പുറത്തായി. തൊട്ടു പിന്നാലെ വിരാട് കോഹ്ലി ഡെക്കായി മടങ്ങി. പുതിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 10 റൺസ് എടുത്ത് മടങ്ങിയതോടെ ഇന്ത്യ വലിയ തിരിച്ചടിയാണ് നേരിടുന്നത്. എന്നാൽ വിക്കറ്റ് നേരത്തെ നഷ്ടമായെങ്കിലും രോഹിത് കൂളായാണ് പ്രതികരിച്ചത്. ഡ്രസ്സിംഗ് റൂമിൽ പൂർണ്ണമായും ശാന്തനായി കാണപ്പെട്ട രോഹിത് തമാശകളുമായി സഹതാരങ്ങളെ കയ്യിലെടുത്തു. മഴ പെയ്ത് മത്സരം നിർത്തിയപ്പോഴാണ് രോഹിത് തന്റെ പതിവ് തമാശകളിലൂടെ ടീം അംഗങ്ങളെ പ്രോത്സാഹിപ്പിച്ചത്. കുൽദീപ് യാദവുമായും മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറുമായും തമാശ പറഞ്ഞു ചിരിക്കുന്ന രോഹിത്തിന്റെ ദൃശ്യങ്ങൾ വൈറലാണ്. ഷാറുഖ് ഖാന്റെ ഐക്കണിക് പോസും രോഹിത് ശർമ്മ അനുകരിച്ചതോടെ എല്ലാവരുടെയും മുഖത്ത് ചിരി പടർന്നു. വിരമിക്കലുമായി ബന്ധപ്പെട്ട് പുറത്തു നടക്കുന്ന ചർച്ചകളൊന്നും രോഹിത് ശർമ്മയെ ബാധിക്കുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത മത്സരത്തിൽ രോഹിത് ഫോമിലേക്ക് തിരിച്ചെത്തും എന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ. അതേസമയം പുതിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനെ മികച്ച രീതിയിലാണ് രോഹിത് ശർമ്മ പിന്തുണക്കുന്നത്. റെയിൻ ബ്രേക്കിനിടെ ശുഭ്മാൻ ഗില്ലുമായി രോഹിത് ശർമ്മ സംസാരിക്കുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ വൈറലാണ്. ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറിയ രോഹിത് ഒരു സീനിയർ താരം എന്ന നിലയിൽ യുവതാരങ്ങൾക്ക് പ്രചോദനമായി മാറുകയാണ്. പുതിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും ഏറെ ആത്മവിശ്വാസത്തോടെയാണ് ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്തത്. വലിയ ഉത്തരവാദിത്തമാണ് താൻ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് ഗില്ല് മത്സരത്തിന് മുമ്പ് വ്യക്തമാക്കി. തനിക്ക് നികത്താനുള്ളത് വലിയൊരു വിടവാണ്. മഹിബായും വിരാട് ഭായും രോഹിത് ഭായും തങ്ങൾക്കായി ബാക്കി വെച്ച പാരമ്പര്യത്തെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് വലിയ ഉത്തരവാദിത്തമാണെന്ന് ഗില്ല് പറഞ്ഞു. ടീമിൽ ഭാവിയിൽ കൊണ്ടുവരേണ്ട സംസ്കാരത്തെക്കുറിച്ച് രോഹിത്തുമായും വിരാടുമായും നിരവധി തവണ താൻ സംസാരിച്ചിട്ടുണ്ടെന്നും ഗില്ല് കൂട്ടിച്ചേർത്തു. താൻ വളരെയധികം ആരാധിച്ച താരങ്ങളുള്ള ടീമിനെ നയിക്കാൻ അവസരം ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്നും ശുഭ്മാൻ ഗിൽ വ്യക്തമാക്കി. ക്രിക്കറ്റ് ഇതിഹാസങ്ങളുള്ള ടീമിനെ നയിക്കാൻ കഴിയുക എന്നത് ഒരു വലിയ ബഹുമതിയാണ്. താൻ നേടിയെടുത്ത അറിവുകൾ ടീമിന്റെ നേട്ടത്തിനായി പ്രയോജനപ്പെടുത്തണമെന്ന് താൻ ആഗ്രഹിക്കുന്നു. വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ രോഹിത്തിൽ നിന്നും കോഹ്ലിയിൽ നിന്നും ഉപദേശം തേടാൻ താൻ മടിക്കില്ലെന്നും ശുഭ്മാൻ ഗിൽ പറഞ്ഞു. രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും ക്യാപ്റ്റൻസിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ താൻ പഠിച്ചിട്ടുണ്ട്. അവർ എങ്ങനെയാണ് താരങ്ങളുമായി ആശയവിനിമയം നടത്തുന്നത്, എങ്ങനെയാണ് ഓരോ താരങ്ങളുടെയും റോളുകളിൽ വ്യക്തത വരുത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു ക്രിക്കറ്റ് താരം എന്ന നിലയിൽ ഇവരുടെ ഇടപെടൽ തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുപോലൊരു ക്യാപ്റ്റനായി മാറാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ശുഭ്മാൻ ഗിൽ പറഞ്ഞു. രോഹിത് ശർമ്മയുമായുള്ള തന്റെ ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് പക്വതയോടെയാണ് ഗിൽ മറുപടി നൽകിയത്. പുറത്തുള്ള ചർച്ചകൾ പലതരത്തിലുള്ളതായിരിക്കാം, എന്നാൽ തങ്ങളുടെ ബന്ധം അതുപോലെ തുടരുന്നു. അദ്ദേഹം ഇപ്പോഴും തന്റെ അനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ട്. സംശയങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം അദ്ദേഹത്തിനടുത്തേക്ക് പോകാറുണ്ടെന്നും ഗില്ല് വ്യക്തമാക്കി. ചുരുക്കി പറഞ്ഞാൽ, മഴ പെയ്ത് കളി നിർത്തിയ ഇടവേളയിൽ ടീമിന്റെ ഡ്രസ്സിംഗ് റൂമിൽ കണ്ടത് തമാശ നിറഞ്ഞ നിമിഷങ്ങൾ മാത്രമല്ല, വർഷങ്ങളായി ഇന്ത്യൻ ക്രിക്കറ്റ് പടുത്തുയർത്തിയ ശക്തമായ ടീം സംസ്കാരത്തിന്റെ തെളിവ് കൂടിയാണത്. വ്യക്തിപരമായി നിരാശയുള്ള ഏറെ വിമർശനങ്ങൾ നേരിടുന്ന സമയത്തും പോസിറ്റീവായി തുടരാൻ രോഹിത്തിന് കഴിയുന്നുണ്ട്. പുതിയ ക്യാപ്റ്റന് മികച്ച പിന്തുണ നൽകാനും അദ്ദേഹത്തിന് സാധിക്കുന്നു. സീനിയർ താരങ്ങളിൽ നിന്ന് അറിവുകൾ നേടിയെടുക്കാൻ ശുഭ്മാൻ ഗിൽ നടത്തുന്ന ശ്രമങ്ങളും പ്രശംസനീയമാണ്. ഓസ്ട്രേലിയക്കെതിരെ ആദ്യ മത്സരത്തിൽ തകർച്ച നേരിടുമ്പോഴും ശക്തമായി ഇന്ത്യൻ ടീം പരമ്പരയിൽ തിരിച്ചെത്തുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.